അയ്യോ ബസ് വരാറായി. കടത്തുവെള്ളം അക്കരെ കിടക്കുന്നതേ ഉള്ളൂ. ശോശാമേ, എന്റെ പടം വരച്ചത് കണ്ടോ? ആരാ വരച്ചത്? ബാബു. ഓ, ഇതാണോ ഇത്ര കേമം പടം? 1 മിനിറ്റ് കൊണ്ട് ബാബുവിന്റെ മുഖത്ത് നോക്കി വരച്ചതാ. അതിന്റെ ഗുണം അറിയാനുമുണ്ട്. ഇത് നീയാണെന്നും ഞാനാണെന്നും ഗൗരിക്കുട്ടിയാണെന്നും തോന്നുന്നു. അത്ര കളിയാക്കൊന്നും വേണ്ട. പടം മോശമാണെങ്കിൽ ഞാൻ സഹിച്ചോളാം. ബാബു വരയ്ക്കുന്നതെല്ലാം അന്നക്കുട്ടിക്ക് മധുരമായിട്ട് തോന്നുന്നു. സമയം അതാണ് അല്ലേ ഗൗരിക്കുട്ടി? തോന്നും. എന്നും കോളേജിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ബാബുവിന്റെ ജനലിന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ പടം തരും. ഇതാ നടക്കുന്നു എന്റെ പടം. വെള്ളത്തിൽ വീണല്ലോ. വെള്ളത്തിൽ വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മര്യാദയാണ് നിങ്ങൾ കാണിച്ചത്. ക്ഷമിക്കും എന്നാമേ, ഒരു നിമിഷത്തിനുള്ളിൽ എന്നെ വരയ്ക്കാന്നല്ലേ ഉള്ളൂ. മനഃപൂർവ്വമാണ് വെള്ളത്തിലിട്ടത്. ആഹാ, മനഃപൂർവ്വമാണെ കണക്കായിപ്പോയി. നിങ്ങൾ ആവശ്യമില്ലാതെ പിണങ്ങാതെ. ഇവളുടെ ഒന്നും കൂട്ടേ എനിക്ക് വേണ്ട. വലിയ വക്കീലിന്റെ മകളാണെന്ന് തന്റെ അവർ മനസ്സിലിരിക്കട്ടെ. ചുമ്മാ ഇരിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു ശരിയോ? ഇവിടെ കിടന്നു. അല്ല, മത്തായി സാറിന് എങ്ങോട്ടാ? ഈ തൊഴിലില്ലാത്തവന് എങ്ങോട്ടൊന്നുണ്ടോടാ ഗോപാല? എങ്ങനെയെങ്കിലും നേരെ ഒന്ന് വഹിക്കണം. പകലെങ്ങും കള്ളഷാപ്പ് തുറക്കത്തില്ലായിരിക്കും. സന്ധ്യക്കാണെന്ന് ആ ഒരു മിനുമിനുക്കായ കാണുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നിന്റെ സാറല്ലടാ ഞാൻ. വരയ്ക്കാനല്ല പഠിപ്പിച്ചോ? തന്റെ അക്ഷരം പഠിപ്പിച്ചോ? അല്ല, അതുപോട്ടെ, നിന്റെ വാർത്ത എന്ത് ചെയ്യും? കാളവരളും നിന്റെ അമ്മാവനും ചെയ്താ. പിന്നെ വൈകുന്നേരം വീട്ടില് ഭജനയുണ്ട്. അത് ചില ഏരിശയിൽ തട്ടുമുട്ട സാധനങ്ങളൊക്കെ ഒരുക്കാനായിട്ട് പോയിരിക്കുക. എന്തിനാടാ ഈ കുഞ്ഞമ്മണിക്ക് കൂടെ ഭയന നടത്തുന്നത്? കുഞ്ഞമ്മണിക്കാണ് ഭയന നടത്തുന്നത്? ഞാനാ. ഗൗരിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ വലിയ ജീവനാ. അപ്പൊ നിന്റെ മുറപ്പെണ്ണിനെ സൂക്ഷിക്കാനാണ് ഈ ഭയന നടത്തുന്നത് അല്ലേ? രക്ഷയില്ല സാറേ. അവക്ക് ചെറുപ്പത്തിൽ കർണാടക സംഗീതത്തിനോട് വലിയ വാസനയായിരുന്നു. വളരെ അവക്കിപ്പൊ ലളിതഗാനത്തിനോടാ ഇഷ്ടം. സിനിമാ പാട്ട് ഒറ്റ സിനിമ വിടത്തില്ല. അത് കുഴച്ചിലാണല്ലോടാ. കുഴച്ചില്ല സാറേ. പഠിത്തം കഴിഞ്ഞിട്ട് എനിക്ക് അവളെ സംബന്ധം ചെയ്ത് തരാമെന്ന അമ്മാവൻ പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചത്ത് പണിയെടുത്തു. ഞാൻ കൂടെ പണിയെടുക്കുന്ന കാശ് അവളുടെ പഠിത്ത ചെലവിന് വേണ്ടി ചെലവാക്കി. ഇപ്പം അമ്മാവനും മോളും കാല് മാറുന്ന ലക്ഷണം. അതെന്താടാ? അല്ല, അവള് BA കാരിയാകാൻ പോവില്ലയോ? BA പാസ്സായ മോക്ക് വെറും കൊല്ലപ്പണിക്ക് മതിയോ അമ്മാവനൊരു ജാള്യത. അവളാണെങ്കിൽ സിനിമാ നടന്മാരെ സ്വപ്നം കണ്ടങ്ങ് കഴിയുക. പ്രേം നസീറിനോടുള്ള പ്രേമവും മധുവായിട്ട് ചേർന്നിട്ടുള്ളതായ ആ ഒരു മധുവിധവും പിന്നെ ഉമ്മറും അങ്ങനെ അവളങ്ങ് സ്വപ്നം കണ്ട് കഴിയുക. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനും ചില ഫിറ്റിങ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏത് വാട്ടർ ഗേറ്റിൽ പോയി മുട്ടുമെന്ന് നോക്കട്ടെ. ഗോപാല, ഇതെല്ലാം അങ്ങ് പറഞ്ഞു പോയി. നീ ഇതിനൊരാണി വെച്ചെന്ന്. ഇത് സാറിന്റെ പെണ്ണേറ്റിന് വാങ്ങിച്ചതായിരിക്കും. ഇതെന്റെ അപ്പന്റെ പെണ്ണേറ്റിന് മേടിച്ചതാ സാറേ. ഇത് ആണി വെച്ചാ നിക്കത്തില്ല. സാറിന് കാര്യം ചെയ്തട്ടെ, ഇവിടെ കിടന്നാട്ടെ. ഞാൻ സാറിന്റെ കാലില് പെർമനന്റ് ആയിട്ട് 2 ലാടം അടിച്ചങ്ങ് വിട്ട. നീ ഒരു കാര്യം ചെയ്യും. നിന്റെ പെങ്കൊച്ചുണ്ടല്ലോ, അവിടെ കാലം 2 ആണിയും തിറക്കുക, ലാടവും തിറച്ച് 2 മൂക്കേറും ഇട്ടങ്ങ് വിട്ടേരെ. സാറ് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. സാറ് പോയി ഒന്ന് മിന്നി തെളിഞ്ഞ് അത് ശരിപ്പെടുത്തി വെച്ചേക്കാം. അതുവരെ സാറ് നിഷ്പാദനായിട്ട് കലയപട്ടണത്തിൽ പോകുന്നോലങ്ങ് പോയച്ചാണ്. നിന്റെ വീട് ഇരിപ്പുണ്ടോടാ? അയ്യോ, ഗുരുത്വദോഷമല്ലയോ സാറേ അത്യാവശ്യം വിദ്യാർത്ഥിയോട് പീടി വഹിക്കുന്നത്? എടാ, നീ അതിന്റെ വാല് വിച്ചിങ് എന്നേരെ. വാല് വിറ്റാൽ ദോഷം തീരുമെന്ന ശാസ്ത്രം. അതുള്ളതാ, രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട്. പാലരന്മാർക്ക് പാലിനു കിഞ്ചന ഹാനി വന്നാൽ അതിൽ പരം മറ്റെന്ത് ദൈനമില്ലെന്നു കേട്ടിരിപ്പൂ ഞാൻ. എടാ, എപ്പോഴാ ഭയനയൊക്കെ തുടങ്ങുന്നത്? അത് സാറ് മിന്നി തെളിച്ച് വന്നതിന് ശേഷം ഞാൻ ഭയന തുടങ്ങി.
ആ